Hello friends, today we are going to deal with the topic that is methodology of implementation of theory of constraints. സോ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തഡോളജീസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് വി ഓൾ നോ ദാറ്റ് തിയറി ഓഫ് കൺസ്ട്രെയിൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് എവറി ഓർഗനൈസേഷൻ ഫേസസ് കൺസ്ട്രെയിൻസ്. These constraints limit an organization from achieving its higher performance and goals. Theory of constraints focuses attention on various constraints and bottlenecks within the organization that restrict production velocity. നമുക്കറിയാം തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഒരു അസംഷൻ്റെ ബേസിസിലാണ് ദാറ്റ് എല്ലാ ഓർഗനൈസേഷനും കൺസ്ട്രെയിൻസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെയും അതുപോലെ തന്നെ ഗോൾസിനെയും അച്ചീവ് ചെയ്യുന്നതിൽ നമുക്ക് എപ്പോഴും അവർ ലിമിറ്റ് ചെയ്യും ഈ കൺസ്ട്രെയിൻസ്. അപ്പോൾ ഈ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കൺസ്ട്രെയിൻസിനെയും ബോട്ട്നെക്സിനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പ്രൊഡക്ഷൻ വെലോസിറ്റിനെ അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ വെലോസിറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കൺസ്ട്രെയിൻസിനെയും ബോട്ടിൽനെക്സിനെയാണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തഡോളജിയാണ് അല്ലെങ്കിൽ മെത്തേഡ്സ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സിന് ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളതാണ് ഈ മെത്തഡോളജീസും, സ്ലൈറ്റ് ഡിഫറൻസസ് ഒക്കെ ഉള്ളൂ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തഡോളജി ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ്. അതിൽ ഫസ്റ്റ് മെത്തഡോളജിയാണ് സ്റ്റഡിയിങ് ദി മാനുഫാക്ചറിങ് സിസ്റ്റം. First of all, the manufacturing system should be designed. Before implementing theory of constraint, it is necessary to study about the products and their manufacturing process, factory layout, machines and equipments. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യണം. ഈ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്തൊക്കെയാണ്, ഫാക്ടറിയുടെ ലേ ഔട്ട്, അതുപോലെ മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. ഒരു ഓർഗനൈസേഷൻ നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ സിസ്റ്റം നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മാനുഫാക്ചറിങ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫാക്ടറി ലേ ഔട്ട്, മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്യണം. സോ അതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, മാനുഫാക്ചർ സിസ്റ്റം ഡിസൈൻ ചെയ്യുക, സ്റ്റഡിങ് ദി മാനുഫാക്ചറിങ് സിസ്റ്റം. ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഈസ് ബോട്ടിൽനെക്ക് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്ത സിസ്റ്റത്തിലുള്ള ബോട്ടിൽനെക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ Goldratt theory implies the beginning of an improvement process with the recognition of where a bottleneck exists in a system. ഗോൾഡ്രസ്റ്റിൻ്റെ തിയറി അനുസരിച്ചിട്ട് എല്ലാ ഓർഗനൈസേഷനിലും അറ്റ്ലീസ്റ്റ് ഒരു കൺസ്ട്രെയിൻറ്റെങ്കിലും എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ എ bottleneck is a restriction of a system that limits the production flow. The constraint may be a physical one, such as a machine with a limited capacity or a raw material, but it can also be policy or behavioral constraints. ഈ ബോട്ടിലൊക്കെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസ്ട്രിക്ഷൻ, ഒരു സിസ്റ്റത്തിന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. ആ സിസ്റ്റത്തിൽ പ്രൊഡക്ഷൻ ഫ്ലോനെ ലിമിറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഈ കൺസ്ട്രെയിൻസ്. ഈ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ വൺ ആയിരിക്കാം, എന്ന് വെച്ചാൽ ഒരു മിഷനറി ആയിരിക്കാം, ഒരു ലിമിറ്റഡ് കപ്പാസിറ്റിയിലൊരു മിഷനറി ആയിരിക്കാം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോളിസി അല്ലെങ്കിൽ ബിഹേവിയർ കൺസ്ട്രെയിൻ്റ് ഒക്കെ ആയിരിക്കാം. സോ ഈ ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസ്ട്രിക്ഷൻ, ഒരു സിസ്റ്റത്തിലുള്ള റെസ്ട്രിക്ഷനാണ്. ആ പ്രൊഡക്ഷൻ ഫ്ലോനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു റെസ്ട്രിക്ഷനാണ് ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത്. ഈ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ വൺ ആയിരിക്കാം, കാരണം നമ്മളൊരു ഓർഗനൈസേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അവിടുത്തെ ഏതെങ്കിലും ഒരു സപ്ലയർ അല്ലെങ്കിൽ ഒരു മിഷനറിനെ ആയിരിക്കാം, അതിൻ്റെ ലിമിറ്റഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ സപ്ലയറുടെ ഒരു കപ്പാസിറ്റി കുറവ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇതൊന്നും അല്ലെങ്കിൽ ഇൻപുട്ട്, ദാറ്റ് മീൻസ് റോ മെറ്റീരിയൽ ആയിരിക്കാം. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി പോളിസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിഹേവിയർ കൺസ്ട്രെയിൻസ്. 3 ways of identifying bottleneck are applied to the manufacturing system. ഒരു മാനുഫാക്ചറിങ് സിസ്റ്റത്തിൽ ബോട്ടിൽനെക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് 3 തരത്തിൽ നമുക്ക് ബോട്ടിൽനെക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, സൈക്കിൾ ടൈം ആസ് എ വേ ഓഫ് ഡിറ്റർമൈനിങ് ദി ബോട്ടിൽനെക്ക്. സെക്കൻഡ് വൺ, ഇൻവെൻട്രി ബിഫോർ എ പ്രോസസ് ആസ് എ സൈൻ ഓഫ് ബൈ ബോട്ടിൽനെക്ക്. ദെൻ തേർഡ് വൺ, സൈക്കിൾ ടൈം കറക്റ്റഡ് ബൈ പ്രോസസ് എൻഗേജ്മെൻറ്റ് ആസ് എ ബേസിസ് ഫോർ ബോട്ടിൽനെക്ക് ഐഡൻറ്റിഫിക്കേഷൻ. ഈ 3 രീതിയിൽ നമുക്ക് ബോട്ടിൽനെക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ആദ്യം നമ്മളൊരു മാനുഫാക്ചറിങ് സിസ്റ്റം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ആ മാനുഫാക്ചർ സിസ്റ്റം ഡിസൈൻ ചെയ്ത സിസ്റ്റത്തിൽ ഇതൊക്കെയാണ് ബോട്ടിൽനെക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്ഷനാണ്. ഇറ്റ് റെസ്ട്രിക്ഷൻ ഓഫ് എ സിസ്റ്റം ദാറ്റ് ലിമിറ്റ്സ് ദി പ്രൊഡക്ഷൻ ഫ്ലോ. എ കൺസ്ട്രെയിൻ മേ ബി ഫിസിക്കൽ വൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെഷീനറി ആൻഡ് അതർവൈസ് റോ മെറ്റീരിയൽസ്, ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി എ പോളിസി ഓർ ബിഹേവിയർ കൺസ്ട്രെയിൻ. 3 രീതിയിൽ നമുക്ക് ബോട്ടിൽനെക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ cycle time, second one inventory, then third one CT corrected by process. Then third methodology ആണ് exploitation strategies of identified bottleneck.
നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്തു, അതിനകത്തുള്ള ബോട്ടിൽ നെക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്ത ബോട്ടിൽ നെക്കിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് നമുക്ക് ഓവർകം ചെയ്യണം. ഒരു പ്രൊഡക്ഷൻ ഫ്ലോന് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഹയർ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്നതാണ് ഈ ബോട്ടിൽ നെക്സ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ്. അപ്പോൾ നമ്മൾ എപ്പോഴും അതിനെ ഓവർകം ചെയ്യാനിരിക്കണം, അത് ഇല്ലാതെ ആവണം. സോ അതാണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സ്ട്രാറ്റജീസ് ഓഫ് ഐഡൻറ്റിഫൈഡ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. The second step that was given by Goldratt and Cox is to determine how to exploit the bottleneck. Improvement projects that are focused on bottlenecks are usually highly interrelated with each other of the system. Therefore, before the decision on how is made, potential improvement options should be developed. ഗോൾഡ്രാറ്റിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എങ്ങനെയാണ് ബോട്ടിലിനെക്ക് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ബോട്ടിലൊക്കെ നമ്മൾ ഈ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോജക്റ്റിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അത് ദേ ആർ ഹൈലി ഇൻറിലേറ്റഡ് ആയിരിക്കും മറ്റുള്ള സിസ്റ്റത്തിലെ മറ്റുള്ള പ്രോസസ്സുകളുമായിട്ട്. ഹൈലി ഇൻറിലേറ്റഡ് എന്ന് പറയുമ്പോൾ ദേ ആർ കോംപ്ലിമെൻ്റ് ഓർ ഡിപ്പെൻഡ് ഈച്ച് അതർ. സോ നമ്മൾ ഒരു ഡിസിഷൻ എങ്ങനെയാണ് ഇതിന് ഹൗ എന്നുള്ള ഡിസിഷന് മുന്നേ നമ്മളൊരു പൊട്ടൻഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് ഓപ്ഷൻസും കൂടി നമ്മളവിടെ ഡെവലപ്പ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ബോട്ടിലേക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ക്വസ്റ്റിനുള്ള ആൻസറിന് മുന്നേ തന്നെ നമ്മൾ അവിടെ ഒരു ബാക്കപ്പ് പ്ലാൻ, ദാറ്റ് മീൻസ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഓപ്ഷനും കൂടി നമ്മളവിടെ ഡെവലപ്പ് ചെയ്യണം. Additionally, an increase of a bottleneck flow should be simulated considering the whole system, that is other processes. This increase is closely related to Goldratt's third step, implying the subordination of everything else in the system to increase the bottleneck. This increase should be considered as early as possible when developing solutions for bottleneck exploitation. The three most promising solutions for increasing the system throughout are present below. ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഐഡൻറ്റിഫൈ ചെയ്ത ബോട്ടിലേക്ക് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 സൊല്യൂഷൻസ് ഉണ്ട്. 3 മോസ്റ്റ് പ്രോമിസിങ് സൊല്യൂഷൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബോട്ടിൽ നെക്കിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് പറ്റും. So first one is abrupt production capacity increase, continuous process improvement, then changes in the structure of orders. ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, ദെൻ നമ്മൾ സ്ട്രക്ചർ ഓഫ് ഓർഡേഴ്സ്, പ്രൊഡക്ഷനിലെ ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്യാം. ഈ 3 സൊല്യൂഷൻ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഒപ്റ്റിമൈസ് ചെയ്ത് ബോട്ടിൽ നെക്ക് അതിൻ്റെ റിസൾട്ടിങ് ഫാക്ടർ എന്ന് പറയുന്നത് ത്രൂപുട്ട് ഇൻക്രീസ് ആയിരിക്കും. ഈ 3 സൊല്യൂഷൻസ് നമുക്ക് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബോട്ടിൽ നെക്കിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് തേർഡ് മെത്തേഡ്സിൽ പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻ സ്ട്രാറ്റജീസ് ഓഫ് ഐഡൻറ്റിഫൈഡ് ബോട്ടിൽ നെക്ക്. സോ ഫസ്റ്റ് നമ്മളൊരു മാനുഫാക്ചർ സിസ്റ്റം ഡിസൈൻ ചെയ്തു, രണ്ടാമത്തെ ബോട്ടിൽ നെക്ക് ഐഡൻറ്റിഫൈ ചെയ്തു, ആൻഡ് തേർഡ് വൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ബോട്ടിൽ നെക്ക് നമുക്ക് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 3 പ്രോമിസിങ് സൊല്യൂഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൻഡ് ഫോർത്ത് മെത്തഡോളജി, വിച്ച് സൊല്യൂഷൻ ഷുഡ് ബി അപ്ലൈഡ് ടു സിസ്റ്റം. ഈ നമ്മൾ 3 സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു, 3 പ്രോമിസിങ്. അതിലേത് സൊല്യൂഷൻ അപ്ലൈ ചെയ്യാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്ത സിസ്റ്റത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. So, as presented above, at least 3 solutions for increasing the flow in the studied manufacturing system are possible. All of them are different. എല്ലാം ഡിഫറെൻ്റ് ആണ്. One is the installation of a new production unit. Another is introducing a case and project which cannot be performed without a wider continuous strategy in the company. The third one depends on changing the production order structure, and this one is probably one of the highest risk in terms of noticeably increasing the system's production flow. So, നമ്മൾ 3 സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെന്ന് പറയുന്നത് ഒരു ന്യൂ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കേസ് ആൻഡ് പ്രോജക്റ്റ്, ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. അത് നമുക്കൊരിക്കലും ഒരു വൈഡർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ഒരിക്കലും പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റെപ്പ് നോക്കി, ദാറ്റ് മീൻസ് ചേഞ്ചസ് ഇൻ സ്ട്രക്ചർ ഓഫ് ഓർഡേഴ്സ്. നമ്മൾ പ്രൊഡക്ഷനിലെ ഓർഡർ സ്ട്രക്ചർ നമ്മൾ ചേഞ്ച് ചെയ്യുക. ആൻഡ് ഇതായിരിക്കും ഏറ്റവും ഹയസ്റ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ, ബിക്കോസ് അതൊരു സിസ്റ്റത്തിൻ്റെ പ്രൊഡക്ഷൻ ഫ്ലോനെ മൊത്തത്തിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ അത് പ്രോബബിളി അത് മോർ റിസ്ക്കിയും കൂടിയാണ്. സോ the 3 improvement solutions are evaluated. ഈ 3 ഇമ്പ്രൂവ്മെൻറ്റ് സൊല്യൂഷൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഈ 3 ഇമ്പ്രൂവ്മെൻറ്റ് സൊല്യൂഷൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരു 4 ഇവാലുവേഷൻ ക്രൈറ്റീരിയ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ 4 ഇവാലുവേഷൻ ക്രൈറ്റീരിയ മേ ബി യൂസ്ഡ്. ദേ ആർ എഫക്റ്റീവ്നെസ്, the investment scale, the efforts needed to perform the improvement, then difficulty, which reflects how much the skills of managers and other employees are needed. നമ്മൾ ഈ 3 സൊല്യൂഷൻസ് നമ്മൾ ഈ പറയുന്ന 4 ക്രൈറ്റീരിയസ് 4 ക്രൈറ്റീരിയസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ 3 സൊല്യൂഷൻസിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് ആണ്. ദാറ്റ് ഈസ് സക്സസ്സിനുള്ള പ്രോബബിലിറ്റി, ചാൻസസ് ഓഫ് ബീങ്.
ചാൻസസ് ആണ് ഉദ്ദേശിക്കുന്നത്. സക്സസ് ആവാനുള്ള ചാൻസസ് ആണ് ഒന്നാമത്തെ എഫക്റ്റീവ്നെസ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ പറഞ്ഞത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കെയിൽ. ഹൗ മച്ച് ഫിനാൻസ് ആണ് നമുക്കിതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇൻവെസ്റ്റ് ചിലവാകുന്നത് അല്ലെങ്കിൽ എക്സ്പെൻസ് ആവുന്നത്. നമ്മൾ നോർമലി ലോ ഫിനാൻസുള്ളതാണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ എഫേർട്സ് നീഡഡ് ടു പെർഫോം ദി ഇംപ്രൂവ്മെൻറ്റ്. അത് മാനേജേഴ്സിനെയും വോൾ സ്റ്റാഫിനെയും ആണ് കൺസിഡർ ചെയ്യുന്നത്. എത്രത്തോളം അവർക്ക് ഒരു എഫേർട്ട് കൊടുക്കാൻ പറ്റും ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഇറ്റ് ഈസ് വോളി കൺസിഡർഡ് ബൈ ദി സ്റ്റാഫിനെ വെച്ചിട്ടാണ് അത് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഫൈനലി ഡിഫിക്കൽട്ടി വിച്ച് റിഫ്ലക്ട് ഹൗ മച്ച് സ്കിൽസ് ഓഫ് മാനേജേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് അറിയേണ്ടത്. എത്രത്തോളം മാനേജേഴ്സിൻ്റെയും സ്കിൽസിൻ്റെയും എംപ്ലോയീസിൻ്റെയും സ്കില്ല് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ് 4 ക്രൈറ്റീരിയ. ഈ 4 ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് നമ്മൾ ഏത് സൊല്യൂഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എഫക്റ്റീവ്, എത്രത്തോളം സക്സസ്സിനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കെയിൽ, ഏറ്റവും നമുക്ക് ഹൗ മച്ച് എത്ര ഫിനാൻസ് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഏറ്റവും കുറവ് ഫിനാൻസ് ഉള്ളതായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും ചൂസ് ചെയ്യുക. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എഫേർട്സ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ബൈ ദി മാനേജേഴ്സിൻ്റെയും അതുപോലെ തന്നെ വോൾ സ്റ്റാഫിനെ. ആൻഡ് ഫൈനലി ഇറ്റ് ഇസ് ഡിഫിക്കൽട്ടി വിച്ച് റിഫ്ലക്ട് എത്രത്തോളം സ്കിൽസ് വേണം മാനേജേഴ്സിൻ്റെയും അതർ എംപ്ലോയീസ് ആർ നീഡഡ്. While planning bottleneck exploitation, a wide view of the manufacturing system is necessary. Improvements in the bottleneck and other next level constraints should be considered. നമ്മൾ ഈ ബോട്ടിൽനെക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മൊത്തത്തിലൊരു സിസ്റ്റത്തിന് നമ്മൾ ഒരു വൈഡർ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ദെൻ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദി ബോട്ടിൽനെക്ക് and other next level constraints should be considered. അടുത്ത ലെവൽ ഒരു കൺസ്ട്രെയിൻസും കൂടി നമ്മളെപ്പോഴും ഒരു കൺസിഡർ ചെയ്യണം. The determination of bottleneck is a crucial step. Another important one is the calculation of the flow limitations in other process, both manufacturing ones and others that determine the production flow. For dealing with bottlenecks, it is necessary to know and understand the different capacities between processes. When understanding a bottleneck and its differences from other process with respect to its capacity, a company can determine a solution for how to increase the flow through bottleneck. നമ്മുടെ ബോട്ടിൽനെക്കിന് നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അവരുടെ ഡിഫറെൻറ്റ് കപ്പാസിറ്റീസ്, പ്രോസസ്സുകൾ നമ്മൾ ഡിഫറെൻറ്റ് കപ്പാസിറ്റീസ് നമ്മളെപ്പോഴും സ്റ്റഡി ചെയ്യണം. ആൻഡ് ബോട്ടിൽനെക്കിന് മറ്റുള്ള പ്രോസസ്സ് നമ്മൾ എത്രത്തോളം ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ കമ്പനിക്ക് എങ്ങനെ ഒരു ബോട്ടിൽനെക്കിലൂടെ തന്നെ അവർക്ക് എങ്ങനെ എത്രത്തോളം നമുക്ക് അതിൻ്റെ ഫ്ലോ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും, ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം. അതർ പ്രോസസ് ഓൾസോ ഹാവ് ബീൻ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. many solutions can be implemented and some of them can be alternatives. നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ബട്ട് some of them can be alternatives. It will be like പകരമായിരിക്കും ചില സൊല്യൂഷൻസ്. ദാറ്റ് ഈസ് വൈ ദർ ഇസ് എ നീഡ് ടു ഇവാലുവേറ്റ് ദം. സോ അതിനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ദിസ് enables us to make a reasonably choice between the possible solution. Eventually, throughput accounting is one of the possible supportive methodologies in this matter. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽനെക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിങ് ഫാക്ടർ എന്ന് പറയുന്നത് ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യുമായിരിക്കും. സോ നമ്മൾ ബോട്ടിൽനെക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യണം. ആ 4 ക്രൈറ്റീരിയയുടെ ബേസിസിലായിരിക്കും നമ്മളെപ്പോഴും സൊല്യൂഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. Then, by introducing the solutions such as leveraging the production flow rate at the operation level, many techniques from the throughput theory of constraints arsenal can be implemented. For example, the drum buffer lock technique can prevent the accumulation of inventory. So നമ്മൾ ഈ സൊല്യൂഷൻസൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരെണ്ണം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഒരുപാട് ടെക്നിക്സ് ഉണ്ട് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള. അതിൽ വൺ ഓഫ് ദ ടെക്നിക്കാണ് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡ്രം ബഫർ റോപ്പ്. സോ നമ്മളിപ്പോൾ നോക്കിയത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തിയറി ഓഫ് കൺസ്ട്രെയിൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഒന്നാമത്തെ നമ്മൾ മാനുഫാക്ചർ സിസ്റ്റം ഡിസൈൻ ചെയ്യുക, രണ്ടാമത്തെ ബോട്ടിൽനെക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. 3 വഴികളുണ്ട്: സൈക്കിൾ ടൈം, ഇൻവെൻട്രി. ദെൻ തേർഡ് വൺ ഐഡൻറ്റിഫൈ ചെയ്ത ബോട്ടിൽനെക്കിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ആൻഡ് അതിൽ 3 സൊല്യൂഷൻസ്, പ്രോമിസിങ് 3 സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ 4th മെത്തേഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നല്ലൊരു സൊല്യൂഷൻ, ഈ 4 ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ നമ്മൾ ഏതെങ്കിലും ഒരു 3 സൊല്യൂഷൻസിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ, ബെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ടെക്നിക്കാണ് ആൻഡ് പ്രിവെൻറ്റ് ദി അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി. ദാറ്റ് ഈസ് ഓവർ ഇൻവെൻട്രി, എക്സസ് ഇൻവെൻട്രി നമ്മൾ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഡ്രം ബഫർ റോപ്പ് എന്ന് പറയുന്നത്. സോ DBR.
Drum buffer ROP DBR is a method of synchronizing production to the constraint while minimizing inventory and work in progress. Drum buffer ROP എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. ദാറ്റ് മീൻസ് ഇറ്റ് സിങ്ക്രണൈസിങ് ദി പ്രൊഡക്ഷൻ ആൻഡ് കൺസ്ട്രെയിൻറ്റ്. പ്രൊഡക്ഷനെയും കൺസ്ട്രെയിൻറ്റെയും സിങ്ക്രണൈസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഡ്രം ബഫർ റോപ്പ് എന്ന് പറയുന്നത്. വൈൽ മിനിമൈസിങ് ഇൻവെൻട്രി ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇൻവെൻട്രിയും വർക്ക് ഇൻ പ്രോഗ്രസ്സും മിനിമൈസ് ചെയ്യുമ്പോൾ. സോ DBR എന്ന് പറയും ഡ്രം ബഫർ റോപ്പ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സിങ്ക്രണൈസിങ് പ്രൊഡക്ഷൻ ടു ദി കൺസ്ട്രെയിൻറ്റ്. ആൻഡ് ഈച്ച് ടേം ഈസ് ഡിഫൈനിങ് ആസ് ഹിയർ. First term is drum. The drum is the constraint. The speed at which the constraint runs sets the beat for the process and determine total output. ഇവിടെ ഡ്രം എന്ന് പറയുന്നത് കൺസ്ട്രെയിൻ്റ് ആയിട്ടാണ് അവർ പറയുന്നത്. സോ ഡ്രം ഈസ് ദി കൺസ്ട്രെയിൻറ്റ്. ഈ ഡ്രം ബീറ്റ് ചെയ്യുന്നതിന് എത്രത്തോളം ബീറ്റ് ചെയ്യുന്നുണ്ട് ആ സ്പീഡിലാണ് കൺസ്ട്രെയിൻറ്റ് എപ്പോഴും സെറ്റ് ചെയ്യുന്നത്. സോ ദി ടോട്ടൽ ത്രൂപുട്ട് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട്. സോ എത്ര സ്പീഡിലാണ് കൺസ്ട്രെയിൻ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്നത് ആ സ്പീഡിനെയാണ് നമ്മൾ ഈ ബീറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഇവിടെ ഒരു ടോട്ടൽ ത്രൂപുട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇവിടെ ഡ്രം ബഫർ റോപ്പ് DBR ഈസ് എ മെത്തേഡ് ടു സിങ്ക്രണൈസിങ് പ്രൊഡക്ഷൻ ടു ദി കൺസ്ട്രെയിൻറ്റ്. ഇതിൽ ഫസ്റ്റ് ടേം ഡ്രം ഈസ് ദി കൺസ്ട്രെയിൻറ്റ്. ആൻഡ് എത്ര സ്പീഡിൽ കൺസ്ട്രെയിൻ നമുക്ക് കൺസ്ട്രെയിൻറ്റ് റൺ ചെയ്യും ആൻഡ് പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഡ്രം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ടേമാണ് ബഫർ. ദി ബഫർ ഈസ് ദി ലെവൽ ഓഫ് ഇൻവെൻട്രി നീഡഡ് ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ. It ensures that brief interruptions and fluctuations in non-constraints do not affect the constraint. Buffer represent time, the amount of time that work in progress should arrive in advance of being used to ensure steady operation of the protected resources. An alternative to large buffer inventories in spirit capacity at non-constraints. So typically there are two buffers, constraint buffer and customer buffer. സോ ബഫർ എന്ന് പറയുന്നത് എത്രത്തോളം ഇൻവെൻട്രി ആണ് നമുക്ക് കൺസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ നമുക്ക് ആവശ്യം എന്നുള്ളതാണ് ബഫർ എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് ആൻഡ് ബ്രീഫ് ഇൻറ്ററപ്ഷൻസ് ആൻഡ് ഫ്ലക്ച്വേഷൻ ഓൺ കൺസ്ട്രെയിൻറ്റ് ഡു നോട്ട് എഫക്റ്റ് ദി കൺസ്ട്രെയിൻറ്റ്. ഒരു ബ്രീഫ് ഇൻറ്ററപ്ഷൻസും ഫ്ലക്ച്വേഷൻസും നോൺ കൺസ്ട്രെയിൻറ്റുള്ളത് ബട്ട് ഡു നോട്ട് എഫക്റ്റ് ദി കൺസ്ട്രെയിൻസ്. ബഫേഴ്സ് യൂഷ്വലി റെപ്രസെൻറ്റ് ടൈം. ഇതൊരു ബഫർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടൈമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദി എമൗണ്ട് ഓഫ് ടൈം. സോ ദാറ്റ് amount of time that work in progress should arrive in advance of being used in ensure steady operation of the protected resource. എത്രത്തോളം ടൈം വർക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വരും അല്ലെങ്കിൽ അത് ആ ടൈമിനെയാണ് ഈ ബഫർ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ബഫർ എന്ന് പറയുന്നത് ഇറ്റ്സ് ദി മാക്സിമം ഇൻവെൻട്രി. എത്രത്തോളം ഇൻവെൻട്രി നമുക്കൊരു കൺസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യം വരും. അതിനാണ് ബഫർ എന്ന് പറയുന്നത്. ഇറ്റ് യൂഷ്വലി റെപ്രസെൻറ്റ് ഇൻ ടൈം. ദെൻ the more variation there is the process of the large the buffers need to be. An alternative to large buffer indicates spaying capacity. സോ കൂടുതൽ സ്റ്റോക്ക് നമ്മൾ അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Then that is the buffer. It is the level of inventory needed to maintain consistent production. And then there are two types of buffers, that is constraint buffer and customer buffer. Then third element അല്ലെങ്കിൽ third term ആണ് ROP എന്ന് പറയുന്നത്. DBR മെത്തേഡിലെ ലാസ്റ്റ് വൺ drum buffer ROP. The ROP is a signal generated by the constraint indicating that some amount of inventory has been consumed. എത്രത്തോളം ഇൻവെൻട്രി കൺസ്യൂം ചെയ്തു എന്നതിനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം ഇൻവെൻട്രി കൺസ്യൂം ചെയ്തു അതിനെയാണ് നമ്മൾ ആ ഒരു സിഗ്നല് ജനറേറ്റ് ചെയ്യുന്നതാണ് റോപ്പ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ടേൺ ട്രിഗേഴ്സ് ആൻഡ് ഐഡന്റിക്കലി സൈസ്ഡ് റിലീസ് ഓഫ് ഇൻവെൻട്രി ഇൻ ടു ദി പ്രോസസ്. The role of the rope is to maintain throughput without creating an accumulation of excess inventory. ഈ റോപ്പിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് ഒരു ത്രൂപുട്ടും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഓവറായിട്ടുള്ള അല്ലെങ്കിൽ എക്സസ് ഇൻവെൻട്രി എപ്പോഴും എലിമിനേറ്റ് ചെയ്യും. എക്സസ് ഇൻവെൻട്രി ഒക്കെ ഉണ്ടെങ്കിൽ എത്രത്തോളം ഇൻവെൻട്രി കൺസ്യൂം ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം സൈസിൽ അത് റിലീസ് ചെയ്തു എന്നൊക്കെ പറയണം. അതിനെയാണ് നമ്മൾ റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓവറായിട്ടുള്ള ഇൻവെൻട്രി ഉണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റോപ്പ് സാധിക്കും. സോ ഇതൊക്കെയാണ് ഇറ്റ് ഈസ് എ മെത്തേഡ്. ഇതാണ് ഡ്രം ബഫർ റോപ്പ് എന്ന് പറയുന്ന ടെക്നിക്, ദാറ്റ് ഈസ് DBR മെത്തേഡ്. ഡ്രം ബഫർ റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷനും കൺസ്ട്രെയിനും കൂടി സിങ്ക്രണൈസ് ചെയ്യുന്നതിനാണ് ഡ്രം ബഫർ റോപ്പ് എന്ന് പറയുക, വൈൽ മിനിമൈസിങ് ഇൻവെൻട്രി ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്. ദെൻ ആദ്യത്തെ ടേമാണ് ഡ്രം. ഇറ്റ് ഈസ് ദി കൺസ്ട്രെയിൻ, ദാറ്റ് ഈസ് ദി എത്രത്തോളം സ്പീഡിൽ